Hi friends, welcome to DI Solutions. Here we are discussed about the topic how to create the item in Zoho Books. എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഐറ്റം മൊഡ്യൂളിൽ ഐറ്റം എന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ ന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ന്യൂ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള വിൻഡോ ഓപ്പൺ ആയി. നമുക്കൊരു ഐറ്റത്തിനെ ഗുഡ്സ് ഐറ്റം സർവീസ് ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ നമുക്കൊരു ഗുഡ്സ് ഐറ്റം ആദ്യം നോക്കാം. ഒരു ഇലക്ട്രോണിക് ഐറ്റം നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഐറ്റം ലാപ്ടോപ്പ് എന്ന ഐറ്റമാണ് നമ്മളിപ്പം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. SKU സെറ്റ് ചെയ്യുക. ഐറ്റം ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് SKU സെറ്റ് ചെയ്യുന്നത്. യൂണിറ്റ്സ് നമ്മുടെ ഈ ഐറ്റത്തിൻ്റെ ക്യാരക്ടർ അനുസരിച്ച് യൂണിറ്റ്സിൽ ചേഞ്ചസ് വരും. നമുക്കത് സെൻറ്റിമീറ്റർ ആയിട്ടും കിലോമീറ്റേഴ്സ് ആയിട്ടും പീസസ് ഒക്കെ ആയിട്ട് നമുക്ക് ഐറ്റം യൂണിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ റിട്ടേണബിൾ ഐറ്റം ആണെങ്കിൽ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. സെയിൽസ് റിട്ടേൺസിന് വേണ്ടിയിട്ടാണ് ഇവിടെ ബട്ടൺ എനേബിൾ ചെയ്യുന്നത്. ഡയമെൻഷൻസ് ആൻഡ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു എക്സ്റ്റേണൽ ഇൻ്റഗ്രേഷൻസ് ഓർ ഷിപ്പിംഗ് ഇൻ്റഗ്രേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മളുടെ ഈ ഒരു ബോക്സിൻ്റെ ഡയമെൻഷൻസും വെയ്റ്റും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഷിപ്പിംഗ് പർപ്പസിന് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അത് സെയിൽസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. അതിൽ സെയിൽസ് പ്രൈസ് മെൻഷൻ ചെയ്യുക. ഈ ഒരു ഐറ്റം നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ്, ഈ ഒരു ഐറ്റത്തിനെ നമ്മൾ ഏത് ലെഡ്ജറിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ്. അത് സെയിൽസിലെ ഇൻകം ലെഡ്ജറിലേക്കാണ് നമ്മളത് മാറ്റുന്നത്. അതിൽ സെയിൽസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മളിവിടെ എനേബിൾ ആക്കി കൊടുക്കാം. പർച്ചേസ് ഇൻഫർമേഷൻ എനേബിൾ ആക്കി കൊടുക്കുക. അതിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യുന്നത് അതിവിടെ മെൻഷൻ ചെയ്യുക. ഈ പർച്ചേസ് ഐറ്റത്തിന് നമ്മൾ ചാർട്ട് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്ന എക്സ്പെൻസ് ലെഡ്ജറിലേക്കാണ്. ഇതിൽ ഡിസ്ക്രിപ്ഷൻസ് മെൻഷൻ ചെയ്യുക. പിന്നെ പ്രിഫറൻസ് വെൻഡർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഒരു സ്ഥിരം വെൻഡേഴ്സ് ഉണ്ടെങ്കിൽ ആ വെൻഡറിനെ നമുക്കിവിടെ ചാർട്ട് ചെയ്ത് നമുക്കിവിടുന്ന് ഡയറക്റ്റ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൽ സെയിൽസിലും പർച്ചേസിലും കൊടുത്തിരിക്കുന്ന ഈ എമൗണ്ട് ഫിക്സഡ് എമൗണ്ട്സ് അല്ല. നമ്മൾ ഇൻവോയ്സ് ബില്ലുകൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ എമൗണ്ട്സ് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ട്രാക്ക് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റത്തിനെ നമുക്ക് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ട്രാക്ക് ഇൻവെൻട്രി ഐറ്റം നമ്മൾ എനേബിൾ ചെയ്യുന്നത്. അതിൽ എനേബിൾ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇൻവെൻട്രി അക്കൗണ്ട്, നമ്മൾ ഈ ഒരു ഐറ്റത്തിനെ നമ്മളുടെ വെയർ ഹൗസിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു അസറ്റാണ്. അപ്പോൾ അതിൽ നമ്മൾ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻവെൻട്രി അസറ്റ് ലെജറിലേക്ക് മാറ്റുന്നു. അടുത്ത് നമ്മളിത് ഇൻവെൻട്രി വാല്യൂ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റത്തിനെ നമ്മൾ ഏത് മെത്തേഡ്സിലാണ് സെയിൽ ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ FIFO മെത്തേഡിലേസാണ് നമ്മളിതിനെ മാറ്റുന്നത്. ഓക്കെ, ട്രാക്ക് ബിൻ കാർട്ട് ലൊക്കേഷൻ ഫോർ ദിസ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു വെയർ ഹൗസിൽ ഓരോ സ്റ്റോറേജ് ലൊക്കേഷൻസ് ഉണ്ടായിരിക്കും, ഓരോ സ്റ്റോറേജ് റാക്കുകൾ. ആ ഓരോ റാക്കിലെ ഓരോ ഐറ്റംസിനെ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ട്രാക്ക് ബിൻ കാർട്ട് ലൊക്കേഷൻ ഫോർ ദിസ് ഐറ്റം നമ്മൾ എനേബിൾ ചെയ്യുന്നത്. ഇനി അഡ്വാൻസ്ഡ് ഇൻവെൻട്രി ഐറ്റം ആദ്യത്തേത് നോൺ ആണ്. നമ്മൾ ആ ഇൻവെൻട്രി ട്രാക്കിങ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നോൺ എന്ന് കൊടുക്കുക. നമ്മൾ സീരിയൽ നമ്പർ വെച്ച് ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സീരിയൽ നമ്പർ ട്രാക്കിംഗ് എനേബിൾ ചെയ്യുക. സീരിയൽ നമ്പർ ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസ്, മൊബൈൽ ഫോൺസ്, ഐഫോൺസ് ഒക്കെ നമ്മൾ സെയിൽ ഔട്ട് ചെയ്യുമ്പം നമുക്ക് ഇൻവോയ്സ് സെറ്റ് ചെയ്യുന്ന സമയത്ത്, ബിൽസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിന് സീരിയൽ നമ്പർ ട്രാക്കിംഗ് ഉപയോഗിക്കുമ്പം കുറച്ചും കൂടെ ആ ഐറ്റം പോയിട്ടുണ്ടോ, സെയിൽ ഔട്ടാണോ, നമ്മുടെ സ്റ്റോക്കിലുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെയാണ് ട്രാക്ക് ബാച്ച് ഇൻവെൻട്രി. ട്രാക്ക് ബാച്ച് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പയറി ഐറ്റംസ് ഒക്കെ ഇല്ലേ, ഇപ്പം കിച്ചൺ പൗഡേഴ്സ് ഐറ്റംസ്, മെഡിക്കൽ ഷോപ്പ് ഐറ്റംസ് ഒക്കെ ഇല്ലേ, അതിലെ എക്സ്പയറി നമ്പറൊക്കെ ഉള്ളത് വെച്ച് നമുക്ക് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ട്രാക്ക് ബാച്ച് ഐറ്റംസ് ഉപയോഗിക്കുന്നത്. ഇനിയും ഇതിൽ വെയർ ഹൗസ് നെയിംസ് ഉണ്ട്. വെയർ ഹൗസ് നെയിംസിൽ നമുക്ക് എത്ര വെയർ ഹൗസ് നെയിംസ് ഉണ്ടോ അതൊക്കെ നമുക്കിവിടെ ചാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉള്ളതിൽ നമുക്ക് മെൻഷൻ ചെയ്യാം. ഓരോ ഓപ്പണിംഗ് സ്റ്റോക്കിനും ഉള്ളത് പെർ യൂണിറ്റ്സ് വെച്ചും നമുക്കിവിടെ ചാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം നമ്മളുടെ ഐറ്റം ഇവിടെ സേവ് ആയി. ഓക്കെ.